എന്തിന് അത് വലിയ കോടതിയും കേസും വഴക്കും നിയമസഭയിൽ വരെ എത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ഗുരുവിനെ സംബന്ധിച്ച് അത് വലിയ വിഷമത ഉണ്ടാക്കിയ ഒരു സാഹചര്യങ്ങളാണ്. അപ്പോൾ അന്നത്തെ അധികാര സ്വഭാവത്തിലുള്ള പലരും ഈ കുട്ടിയെ പറഞ്ഞു വിടാത്ത എന്തേന്ന് പറഞ്ഞ് ഗുരുവിനോട് വഴക്ക് കൂടിയിട്ടുണ്ട്. അതായത് ഈ കുഞ്ഞ് കഞ്ഞി കുടിക്കുന്നതൊക്കെ സാഹചര്യത്തിൽ പലരും ഈ കുഞ്ഞിനെ ഇങ്ങനെ പരിഹസിക്കുന്നത്, ഈ കുട്ടിയാണ് ഈ ഗുരുവിന് ഇത്രയും വിഷമം ഉണ്ടാക്കുന്നത്, ഇവരെ പറഞ്ഞു വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നതും, അപ്പോൾ ഈ കുട്ടി അതെല്ലാം സഹിച്ചിവിടെ നിൽക്കുന്നതും. അഭിയോന്ന് ശിഷ്യപൂജ എടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പൊയ്ക്കൂടെ, അച്ഛന്റെ അമ്മയുടെയും കൂടെ പൊക്കൂടെ എന്ന് വരെ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ കുട്ടി ഇവിടെ പിടിച്ചു നിന്നു. അതിനുശേഷം ഒരു ഗുരു ശിഷ്യ പാരസ്പര്യത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ ഗുരുവിൻ്റെ വഴക്കുകളും ദേഷ്യങ്ങളും ചിലപ്പോൾ അടിക്കുക വരെ ഗുരു ചെയ്യും. എന്തിനാണ്? അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഗുരു ഈ ശിഷ്യന്മാരെ ഉയർത്തുന്ന ശിഷ്യന്മാരെ മാക്സിമം ഉയർത്താൻ വേണ്ടി ഇപ്പോൾ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഗുരു ആ കുറ്റം പറയുന്ന ആളുടെ കുഴപ്പമാണെന്ന് മനസ്സിലായാൽ പോലും ഗുരു അത് വിശ്വസിച്ച് എന്ന വ്യാജേനയൊക്കെ വഴക്ക് പറയും. കാര്യം ഇത് ഈ കർമ്മഗതികളെല്ലാം പൊട്ടിച്ച് ഈ അഹന്താ സ്വരൂപമൊക്കെ പോയി ഇയാൾക്ക് കോൺഷ്യസ്നെസ്സിന് ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ വേണ്ടിയുള്ള ഗുരുക്കന്മാരുടെ ഒരു സൂത്രമാണത്. അപ്പം ഗുരു ഒന്നും അറിയാത്ത പോലെയൊക്കെ വഴക്ക് പറയുക, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാക്കുക, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അടിക്കുക, അങ്ങനെയൊക്കെ പലതും ചെയ്യുമ്പോഴും ഈ കുഞ്ഞിന് ദർശന സ്വഭാവത്തിൽ ഈ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും പല ഭാഗത്തു നിന്ന് ദർശന സ്വഭാവത്തിൽ വന്ന് ഇത് തെറ്റിക്കരുത്, ഈ ഗുരു ഇത് സത്യമാണ്, ഇത് നിങ്ങൾ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തെടുക്കണം, ഇത് ഇങ്ങനെ ഈ ഗുരുവിനോടൊപ്പം നിൽക്കണം എന്നൊക്കെ അറിയിച്ചു കൊടുക്കുന്നു. അങ്ങനെ വളർന്നു വന്ന ഈ കുട്ടി ഗുരു എല്ലാ കാര്യങ്ങളും ട്രെയിൻ ചെയ്യിക്കുന്നു, ഗുരുപൂജ ചെയ്യിക്കുന്നു. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ സമ്പൂർണ്ണമായി സത്യത്തിൽ വിലയം പ്രാപിച്ച് പൂർണ്ണത പ്രാപിച്ച് നിൽക്കുന്ന ഒരു ഗുരുവിന് ശിഷ്യന്മാരുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഗുരു എവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഈ ഗുരുവിൻ്റെ ശരീരത്തെ അപകടപ്പെടുത്തുന്ന സിറ്റുവേഷൻ വരെ വരുമ്പോൾ ഈ കുഞ്ഞാണ് സങ്കല്പം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കോട്ടയം ആശ്രമത്തിലൊക്കെ ചെല്ലുമ്പോൾ ഗുരുവിൻ്റെ ജീവൻ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്ന സാഹചര്യം വരെ വരുമ്പോൾ അവിടുത്തെ സൂക്ഷ്മശക്തികളെ പിടിക്കുമ്പോൾ അപ്പോൾ ശിഷ്യപൂജിത അതിനനുസരിച്ച് സങ്കല്പം ചെയ്യുന്നതും അപ്പോൾ ഗുരു പറഞ്ഞ അത് നന്നായി ഇന്ന രീതിയിൽ, അങ്ങനെ എത്ര സാഹചര്യങ്ങളിൽ ഗുരുവിനെ ഈ സങ്കല്പം ചെയ്ത് ഗുരുവിനോടൊപ്പം എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്ത് ഗുരുവിനെ ആരാധനാമൂർത്തിയായിട്ട് കണ്ട് ഗുരുവിനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഈ കുഞ്ഞ് അവസാനം പോലും ഗുരുവിന് ഈ ശിഷ്യൻ അടുത്തുണ്ടെങ്കിൽ സങ്കല്പം ചെയ്യുന്നത് കാരണം ശിഷ്യനെ പറഞ്ഞു വിട്ടിട്ടേ ഗുരുവിന് ദേഹവിയോഗത്തിലേക്ക് മാറാൻ ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരാൻ പോലും ഗുരു ശിഷ്യപൂജയെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. കാരണം ശിഷ്യപൂജ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിന് കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആശ്രമത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ. അതിനുശേഷം ഇപ്പോൾ ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ശിഷ്യപൂജിത ഈ ഗുരുസ്ഥാനത്തേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ, അപ്പോൾ ആ കാലഘട്ടത്തിൽ എല്ലാം ഗുരുവിൻ്റെ നേരിട്ടുള്ള അറിയിപ്പിനനുസരിച്ചാണ്, സൂക്ഷ്മത്തിൽ ഗുരുവിൻ്റെ അറിയിപ്പിനനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.